ഗൈസ്, നീറ്റ് എക്സാമിന് 1 മിനിറ്റ് ഡിലേ ആയതിന് സംഭവിച്ച കാര്യമാണത്. ഒന്ന് കണ്ടോക്ക്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. വീഡിയോ കണ്ടില്ലേ? സോ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ മനഃപൂർവ്വം ലേറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കാറില്ല. കഴിയുന്നതിലും വേഗം എത്താനേ നമ്മൾ നോക്കാറുള്ളൂ. ബട്ട് നമുക്ക് ചുറ്റിലുള്ള സിറ്റുവേഷൻസ് കാരണം നമ്മൾ പലപ്പോഴും ലേറ്റ് ആവാറുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ മേ ബി ട്രാഫിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ 1-2 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോൾ 5 മിനിറ്റൊക്കെ ലേറ്റ് ആവാറുണ്ട്. സോ ഈ നീറ്റ് എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓക്കെ, ഇവർ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നടത്തുന്ന ഒരു എക്സാമാണ് നീറ്റ് എക്സാം. ഓക്കെ, സമ്മതിച്ചു. ബട്ട് എന്തുകൊണ്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ടെലിഗ്രാം വഴി ലീക്കായി അല്ലെങ്കിൽ ഏതോ ഒരു മാധ്യമം വഴി ലീക്കായി? അത് സേഫാക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതുപോലെ 1 മിനിറ്റോ 2 മിനിറ്റോ ലേറ്റായി വരുന്ന ഈ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് എക്സാം എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരവിടെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു നിർത്തുന്നതിനോട് നിങ്ങൾ ഏത് തരത്തിലാണ് അവിടെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയി നോക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനി ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാൻ തോന്നി. കാരണം 1-2 മിനിറ്റ് ഡിലേ ആയതിന് ആ കുട്ടിയോട് നിങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കിയവരെ നിങ്ങൾക്ക് ഇതുവരെ പിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവൻ അവിടെ വിലസ് നടക്കുന്നുണ്ട്, അവൻ ഇതുവരെ പിടിക്കാൻ പറ്റില്ല. പക്ഷെ പകരം ഇവിടെ എന്താ നടക്കുന്നത്? അത് മനഃപൂർവ്വമല്ലാത്ത തൻ്റേതല്ലാത്തൊരു മിസ്റ്റേക്ക് കൊണ്ട് 1-2 മിനിറ്റ് ഡിലേ ആയതിന് എക്സാം എഴുതാൻ വിടാണ്ട് ഗേറ്റിൽ തടഞ്ഞു നിർത്തുക. അവരത്രയും ഹെൽപ്ലെസ് ആയിട്ടാണ് നിൽക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ അവരുടെ ആ വീഡിയോയിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതൊരു നോർമൽ പീപ്പിൾസാണ്, നോർമൽ സിറ്റിസൻസാണ്. അവർക്ക് അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആവാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റിലുണ്ട്, അവർക്ക് ചുറ്റിലുണ്ട്. അതിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വരുന്ന എന്ത് കാര്യമാണെങ്കിലും ശരി, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ മനഃപൂർവ്വം അത് ഡിലേ ആക്കിയിട്ടാണ് വരുന്നതെന്നുള്ളത്? കാരണം അവരുടെ ആ കുട്ടിയുടെ എത്ര വർഷത്തെ എഫേർട്ട് ആയിരിക്കും അല്ലെങ്കിൽ എത്ര വർഷത്തെ അധ്വാനമായിരിക്കും ആ ഒരു എക്സാം ഡേ എന്ന് പറയുന്നത്. എത്ര ദിവസത്തെ ഉറക്കം കളഞ്ഞിട്ടായിരിക്കും ആ കുട്ടി പഠിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് 5 മിനിറ്റും 10 മിനിറ്റും മനഃപൂർവ്വം ഡിലേ ആയിട്ട് വന്നിട്ട് മാസം കാണിച്ചിട്ട് കയറാന്നുള്ളത്? അല്ല. പക്ഷെ അതേസമയം എനിക്ക് തോന്നുന്നു വല്ല ബെൻസിലോ BMW ഒരു കുട്ടി വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗേറ്റ് സുഖമായിട്ട് തുറക്കും. അത് ഈ സാധാരണക്കാരാകുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അതല്ല, കുറച്ച് പൊളിറ്റിക്കലി ഹോൾഡുള്ളവരോ അല്ലെങ്കിൽ കുറച്ച് കോർപ്പറേറ്റ് ഹോൾഡുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ അടഞ്ഞ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി തുറക്കും. അതാണ് ഇവിടുത്തെ സിസ്റ്റം. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കിയവൻ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അവൻ അവിടെ വിലസ് നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇവിടെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ അവരെ പോലുള്ള പാവപ്പെട്ടവരെ പിഴിയാൻ മാത്രം ഇവിടുത്തെ സിസ്റ്റത്തിന് നല്ല എനർജിയാണ്, നല്ല എന്താ പറയുക, അതിനൊക്കെ ഭയങ്കര ആവേശമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലിഗ്രാം ബാൻ ചെയ്തു, അറിഞ്ഞില്ലേ? അതെന്തിനാ? ഈ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതിന്. ഈ ടെലിഗ്രാം വഴി മാത്രമാണോ ഇത് ലീക്കാവുന്നത്? എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ്. ടെലിഗ്രാം വഴി ഒരു ഡോക്യുമെൻ്റ് ലീക്കായി കഴിഞ്ഞാൽ ടെലിഗ്രാം എന്ന ആപ്പ് ഇന്ത്യയിൽ ബാൻ ചെയ്താൽ ആ പ്രോബ്ലം സോൾവ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫേസ്ബുക്ക് വഴി ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്താൽ ഫേസ്ബുക്ക് ബാൻ ചെയ്യും, വാട്സപ്പ് വഴി ഷെയർ ചെയ്താൽ വാട്സപ്പ് ബാൻ ചെയ്യും. അങ്ങനെ നിങ്ങൾ എത്ര ആപ്പ് നിങ്ങൾ ബാൻ ചെയ്യാൻ നിൽക്കും? ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒരു ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഈ എന്തോരം ആപ്പ് ഉണ്ടെന്ന് പറയും മണ്ടന്മാരെ. എന്നിട്ട് അതിനെ പറ്റിയ സൊല്യൂഷനാണ് ബാൻ ചെയ്യാന്നുള്ളത്. എന്ത് കാര്യത്തിനാണോ എന്തോ. ശരിക്കും ബ്ലണ്ടറായിട്ടുള്ള കുറേ ഡിസിഷൻ എടുക്കാൻ നമ്മുടെ ആൾക്കാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. സീരിയസ്ലി പല അത് എന്തുകൊണ്ടാണ് ഇത്രയും പൊട്ടത്തരങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് സൊല്യൂഷന് വേണ്ടി ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇവന്മാരുടെ കാര്യം. എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സോ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.